മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ സേവാതീർത്ഥിലെ ഓഫീസിൽ രാവിലെ 11 മണിക്ക് ശേഷമാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള വി.ഡി. സതീശന്റെ ആദ്യ സന്ദർശനമാണ്, പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ്. പ്രധാനമായും ഈ ഒരു കേരളത്തിന്റെ വികസന പദ്ധതികളടക്കം കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാവുക. മറ്റെന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയാകാൻ സാധ്യതയുള്ളത്? ദീപ്തി, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വികസനം തന്നെയായിരിക്കും പ്രധാനമായും ചർച്ചയാവുക. വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനെ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രവുമായി നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. അത് തന്നെ രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റി നിർത്തി കേരളത്തിന്റെ വികസനത്തിനായി നല്ല ബന്ധം നിലനിർത്തുക എന്നതാണ് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വെല്ലുവിളി. കേന്ദ്രവുമായി നയപരമായ വിയോജിപ്പുകൾ നിലനിർത്തി വികസന കാര്യത്തിൽ സൗഹൃദത്തിന്റെ പുതിയൊരു പാലം തീർക്കുക എന്നതാണ് വി.ഡി. സതീശന്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി തീരുന്നത്. ദേശീയപാത വികസനം, റെയിൽവേ വികസനം, തുറമുഖ പദ്ധതികൾ, എയിംസ് അടക്കമുള്ള മെട്രോ തുടങ്ങി കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കേണ്ടതുണ്ട്. ഇത് വാങ്ങിയെടുക്കുക അല്ലെങ്കിൽ കേന്ദ്രവുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയിൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അത് രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം പുലർത്തുക എന്നതാണ് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കൂടിക്കാഴ്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഇവയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കുന്ന മറ്റു പദ്ധതികളും ഉണ്ട്. അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വിഹിതം കേരളത്തിന് ലഭിക്കാൻ ഈ സൗഹൃദ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനുശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഉച്ചയോടെയായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക. അതും ഇക്കാര്യങ്ങൾ വികസനമടക്കമുള്ള തുറമുഖ അടക്കമുള്ള പദ്ധതികൾ, എയിംസ് അടക്കമുള്ള പദ്ധതികളുമായി ഇതും ചർച്ചയാകുമെന്നാണ് നിലവിൽ വിലയിരുത്തൽ. അതിനുശേഷം നാളെ ആയിരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടക്കുക. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും വി.ഡി. സതീശൻ കേരളത്തിലേക്ക് മടങ്ങുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രധാനമന്ത്രിയുടെ സേവാതീർത്ഥിലെ ഓഫീസിൽ 11 മണിക്ക് ശേഷമായിരിക്കും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുക. കേരളത്തിന്റെ വികസനം തന്നെയായിരിക്കും ചർച്ചയാവുക എന്നതാണ്. വിവിധ പദ്ധതികളുടെ നടത്തിപ്പിന് സർക്കാരുമായി അല്ലെങ്കിൽ കേന്ദ്രവുമായുള്ള വിയോജിപ്പ് മാറ്റി നിർത്തി കേരളത്തിന്റെ വികസനത്തിനായി ഒരു സൗഹൃദ പാലം സ്ഥാപിക്കുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട വി.ഡി. സതീശന്റെ വെല്ലുവിളി എന്നത് പറയേണ്ടിയിരിക്കുന്നു. ദീപ്തി, രാജേഷ്, ഈ ഒരു നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മെട്രോ അടക്കമുള്ള കാര്യങ്ങളിൽ വികസന പ്രവർത്തനങ്ങളിലായിരിക്കും പ്രധാനമായും ചർച്ച നടക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വി.ഡി. സതീശൻ. ഇതിലും ഈ ഒരു പ്രധാനമായും ഈ വികസന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേരളത്തിന്, സംസ്ഥാനത്തിന് വേണ്ട സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമായിരിക്കും പ്രധാനമായും ചർച്ചയാവുക. അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ, അതിപ്പോൾ ദേശീയപാത വികസനം, റെയിൽവേ വികസനം, തുറമുഖ പദ്ധതികൾ, മെട്രോ അടക്കമുള്ള എയിംസ് അടക്കമുള്ള തുടങ്ങിയ പദ്ധതികൾ, അത് കേന്ദ്രത്തിന്റെ സഹായം തേടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ പരിധിയെല്ലാം കേന്ദ്രം വെട്ടിക്കുറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാർ കാലത്ത് അതെല്ലാം പ്രകടമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വയനാടിന്റെ പുനരധിവാസവും സംബന്ധിച്ച് ഇക്കാര്യത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു വിയോജിപ്പ് പ്രകടമായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് ഇന്നത്തെ നിർണായക കൂടിക്കാഴ്ചയിൽ ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടുമെന്നതാണ് നിലവിൽ വിലയിരുത്തൽ. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വികസനം തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകുന്നത്. അതേസമയം തന്നെ വി.ഡി. സതീശനെ ഈ മുഖ്യമന്ത്രി ആയതിൽ പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിക്കും എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. നിർമ്മല സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക. കേരളത്തിന്റെ നയപരമായ വിയോജിപ്പുകൾ, കേന്ദ്രത്തോടുള്ള കേരളത്തിന്റെ നയപരമായ വിയോജിപ്പുകൾ മാറ്റി നിർത്തി കേന്ദ്രവുമായി ഒരു സൗഹൃദം പാലം സ്ഥാപിക്കുക. അതുവഴി കേരളത്തിൽ ലഭിക്കേണ്ട വിവിധ പദ്ധതികളുടെ വിഹിതം അത് നേടിയെടുക്കുക എന്നതായിരിക്കും ഇന്നത്തെ കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
ശരി, എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ്. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയുമാണ് ഇന്ന് നടക്കുന്നത്. 11 മണിയോടുകൂടി കൂടിക്കാഴ്ച ആരംഭിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിയുടെ സേവാതീർത്ഥിലെ ഓഫീസിൽ രാവിലെ 11 മണിക്ക് ശേഷമായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക. കേരളത്തിന്റെ വികസന പദ്ധതികളിലടക്കം കേന്ദ്രത്തിന്റെ സഹായമടക്കം ഈ ഒരു കൂടിക്കാഴ്ചയിൽ സഹായമടക്കം അഭ്യർത്ഥിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ധനമന്ത്രിയുമായും വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും കേരളത്തിലേക്ക് വി.ഡി. സതീശൻ യാത്ര തിരിക്കുക. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.